കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ലിമിറ്റഡ് ടു മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് ആൻഡ് ഗ്രാമീൺ ഡാക് സേവക് ഫോർ അപ്പോയിൻമെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് പോസ്റ്റ്മാൻ ആൻഡ് മെയിൽ ഗാർഡ്. അപ്പോൾ പോസ്റ്റ്മാൻ മെയിൽ ഗാർഡായിട്ട് പോസ്റ്റിംഗ് കിട്ടേണ്ടവർക്കായിട്ട് അല്ലെങ്കിൽ MDS GDSകാർക്കായിട്ട് നടത്തുന്ന ടെസ്റ്റിൽ മാർക്ക് 25 മാർക്കിന് തന്നെയാണ്. 15 മിനിറ്റാണ് ടെസ്റ്റിന് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം. അതിന് ഡേറ്റ എൻട്രി 600 കീ ഡിപ്രഷൻസാണ്, ±5%. അതായത് ചിലപ്പോൾ 600-ൽ കുറച്ച് കുറവായിരിക്കും, ചിലപ്പോൾ 600-ൽ കുറച്ച് കൂടുതലായിരിക്കും. എന്നാലും ആവറേജ് 600 കീ ഡിപ്രഷൻസ് വരുന്ന ഒരു പാസേജ് 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. മിനിമം ക്വാളിഫയിങ് മാർക്ക് ജനറലുകാർക്ക് OBCക്ക് EWSന് 75% മാർക്ക് വേണം. ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ ജനറലുകാർക്ക് OBC EWSന് 75% മാർക്കും SC ST PWD എന്നീ വിഭാഗങ്ങളിലുള്ളവർക്ക് 60% മാർക്കുമാണ് ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടത്. പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് എക്സാം ടെസ്റ്റ് അപ്പിയർ ചെയ്യുന്നവർക്ക് വേണ്ട മാർക്കാണ് ജനറൽ OBC EWS 75%, SC ST PWD 60%. 15 മിനിറ്റാണ് ടെസ്റ്റിൻ്റെ സമയം. 600 കീ ഇംപ്രഷൻസാണ് ഉള്ളത്. ഇനിയുള്ളത് പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് MDS GDS എന്നിവരിൽ നിന്നും പോസ്റ്റൽ അസിസ്റ്റൻറ്റ് സോർട്ടിംഗ് അസിസ്റ്റൻറ്റ് എക്സാം എഴുതി ക്വാളിഫൈ ചെയ്തവർക്കുള്ള ടെസ്റ്റ് എക്സാമിനെ പറ്റിയാണ്. അതും 25 മാർക്ക് തന്നെയാണ്. 15 മിനിറ്റാണ്. പക്ഷേ കീ ഇംപ്രഷൻ 1000 കീ ഡിപ്രഷനായിട്ട് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. 1000 കീ ഡിപ്രഷൻ ±5%. അതായത് ആവറേജ് 1000 കീ ഡിപ്രഷൻ വരുന്ന ഒരു പാസേജ് 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. ഈ ടെസ്റ്റ് പാസ്സാകുന്നതിന് വേണ്ടി ജനറൽ OBC EWS കാറ്റഗറിയിലുള്ളവർ 75% മാർക്ക് വാങ്ങേണ്ടതായിട്ടുണ്ട്. SC ST PWD വിഭാഗക്കാർ 60% മാർക്ക് വാങ്ങണം. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കീ ഡിപ്രഷൻസ് കൂട്ടിയിട്ടുണ്ട്. 1000 കീ ഡിപ്രഷൻസാണ്, ±5% ഉണ്ടാകും. മാത്രമല്ല 75% മാർക്കും വാങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ടെസ്റ്റ് വളരെ ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് പോകണം, പ്രാക്ടീസ് വേണം. എന്നാൽ മാത്രമേ ടെസ്റ്റ് പാസ്സാവാൻ സാധിക്കൂ. ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതിയാകും. ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാത്തതിൻ്റെ പേരിൽ നിങ്ങൾ പഠിച്ച എക്സാം എഴുതിയ നിങ്ങളുടെ ഒരു ഹയർ ജോലി, നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ടെസ്റ്റിന് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ടെസ്റ്റിന് വേണ്ട അല്ലെങ്കിൽ ടെസ്റ്റിന് വാങ്ങേണ്ട മാർക്കും ടെസ്റ്റിന് എത്ര ടൈപ്പ് ചെയ്യാനുണ്ട് എന്ന കാര്യവുമാണ്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് എക്സാമിന് ചെയ്തു തുടങ്ങേണ്ടത് ആദ്യം നിങ്ങളുടെ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ടാണ്. നിങ്ങളുടെ റോൾ നമ്പർ ആദ്യം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പേര് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഏത് കാറ്റഗറിയാണോ അതുകൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷമുള്ളത് കാൻഡിഡേറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസാണ്. അത് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. എക്സാം സെൻറ്ററിൽ കാണിക്കാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 15 മിനിറ്റ് ആയിരിക്കും എക്സാം. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് 600 കീ ഡിപ്രഷനുള്ള ഒരു ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ 600 കീ ഡിപ്രഷൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ലെറ്ററുകളും കേസ് സെൻസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റിന് ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റലായിട്ടും സ്മോൾ ലെറ്റേഴ്സ് എല്ലാം അങ്ങനെയുമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ അടിക്കുന്ന കേസുകൾ മാറി ക്യാപിറ്റൽ സ്മോൾ ലെറ്റേഴ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ ആ വേർഡിനെ തെറ്റായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, എല്ലാ ലെറ്ററും കേസ് സെൻസിറ്റീവാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ക്യാപിറ്റലോ സ്മോളോ എന്ന് നോക്കി വേണം ടൈപ്പ് ചെയ്യാൻ. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ ബേസിക്കായുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റ് ആണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. നിങ്ങളുടെ വിൻഡോയിൽ ഈ സമയം താഴേക്ക്, അതായത് കുറഞ്ഞു വരും. 15 മിനിറ്റ് അവസാനിക്കുമ്പോൾ എക്സാം കഴിഞ്ഞതായിട്ടും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ടൈപ്പ് ചെയ്ത കാര്യം സേവ് ആകുകയാണ് ചെയ്യുന്നത്. ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മോണിറ്ററിൽ നിങ്ങൾക്ക് 2 വിൻഡോ കാണാൻ സാധിക്കും. മുകളിലുള്ള വിൻഡോയിൽ കാണിക്കുന്നത് മാസ്റ്റർ പാരഗ്രാഫാണ്. താഴെയുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന പോർഷനാണ്. ഓരോ ഭാഗത്തും മുകളിൽ കാണിച്ചിരിക്കുന്ന വിൻഡോയിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സെൻറ്റൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ
അടുത്ത ഭാഗം സ്ക്രീനിൽ കാണാൻ പറ്റും. തുടർന്ന് അതും ടൈപ്പ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നിങ്ങളുടെ ടെസ്റ്റ് അവസാനിക്കുന്നത്. വിൻഡോയിൽ കാണുന്ന സെൻറ്റൻസ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാൻ സാധിക്കൂ. അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന ഭാഗം ടൈപ്പ് ചെയ്തതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കീബോർഡിൽ ഉപയോഗിക്കുന്ന ബാക്ക് സ്പേസ് ഓപ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പകരം ഡിലീറ്റ് ഓപ്ഷനും കീബോർഡിലെ ഡിലീറ്റ് ബട്ടണും ആരോ കീകളും അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ആരോ കീകളും ഡിലീറ്റ് ഓപ്ഷൻ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. അത് നമ്മളങ്ങോട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ റോൾ നമ്പർ, പേര്, കാറ്റഗറി കൊടുത്തതിന് ശേഷം ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കിയതിന് ശേഷം താഴെയുള്ള സർട്ടിഫൈഡ് ദാറ്റ് ഐ ഹാവ് റീഡ് എന്ന് പറയുന്ന ചെക്ക് ബോക്സ് കൂടി ടിക്ക് ചെയ്യുക. അതിനുശേഷം എക്സാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കാണാം സ്ക്രീനിൽ 2 തരത്തിലുള്ള വിൻഡോസ് ഉണ്ട്. മുകളിലെ വിൻഡോയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള ഭാഗമുള്ളത്. മുകളിലെ വിൻഡോയിലാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ഭാഗമുള്ളത്. അത് നോക്കി നമ്മൾ താഴെ ടൈപ്പ് ചെയ്യണം. റൈറ്റ് സൈഡിലായിട്ട് സമയം കാണാൻ പറ്റും. കൂടി നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം, ബാലൻസ് എത്ര സമയമുണ്ട് എന്ന കാര്യം നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, കേസ് സെൻസിറ്റീവാണ് നമ്മുടെ ഓരോ അക്ഷരങ്ങളും. ക്യാപിറ്റൽ ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന അക്ഷരങ്ങൾ ക്യാപിറ്റലായിട്ടും ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിലും കാണിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തുടങ്ങിയിരിക്കുന്ന ടി ക്യാപിറ്റലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതിനുശേഷമുള്ള അവസാനത്തെ വാക്കിൽ എം ക്യാപിറ്റലാണ്. അതും നമ്മൾ ക്യാപിറ്റലായിട്ട് തന്നെ കൊടുക്കണം. ഒരു അക്ഷരത്തിന് ക്യാപിറ്റലും സ്മോളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഷിഫ്റ്റ് കീ ഉപയോഗിക്കാവുന്നതാണ്. ഒരു അക്ഷരം മാത്രം ക്യാപിറ്റലാക്കുന്നതിന് വേണ്ടി ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ അക്ഷരം അടിച്ചാൽ നമുക്ക് ക്യാപിറ്റലാക്കാൻ സാധിക്കും. അതിനുശേഷം ബാക്കി അടിക്കുന്നതിന് വേണ്ടി ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെ ബാക്കി നമുക്ക് ടൈപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഒന്നാമത്തെ സെൻറ്റൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡോട്ട് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുമ്പോഴാണ് നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. വന്നു കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് സെൻറ്റൻസ് കൊടുത്തു. അടുത്ത സെൻറ്റൻസ് വന്നു കഴിഞ്ഞു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സെൻറ്റൻസ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫ് കൊടുക്കുമ്പോൾ വരുന്ന അടുത്ത സെൻറ്റൻസിന് മുമ്പ് സ്പേസ് കൊടുത്തിരിക്കണം. ഒരു സെൻറ്റൻസ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് കൊടുത്തതിന് ശേഷം ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത സെൻറ്റൻസ് അടിച്ചു കഴിഞ്ഞാൽ മാർക്ക് ലഭിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് സ്പേസ് കൊടുക്കാതെ അടുത്ത സെൻറ്റൻസ് തുടങ്ങിയാൽ ആ 2 വാക്കുകളെയും കുത്തിന് മുൻപും ശേഷവുമുള്ള വാക്കുകളെ തെറ്റായിട്ട് കണക്കാക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സെൻറ്റൻസ് അടിച്ചു കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് കൊടുത്തതിന് ശേഷം സ്പേസ് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത സെൻറ്റൻസ് തുടങ്ങുക. നമുക്കിനി അങ്ങോട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ തെറ്റായിട്ട് അടിച്ചിട്ട് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞു, സ്പേസ് കൊടുത്തു, അടുത്ത സെൻറ്റൻസ് അടിച്ച് തുടങ്ങുകയാണ്. അടുത്ത സെൻറ്റൻസ് അടിച്ചപ്പോൾ ഞാൻ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് സ്പേസ് കൊടുത്തിട്ടില്ല. ചിൽഡ്രൻ കഴിഞ്ഞ് കുത്തിട്ടു, പക്ഷേ സ്പേസ് കൊടുക്കാതെയാണ് ബാക്കി ടൈപ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവസാനം നമ്മൾ റിസൾട്ട് നമ്മുടെ PDF നോക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ദേ ലൗഡ് അടിച്ചതിന് ശേഷം എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. TJE ആണ് തെറ്റ് പറ്റിയത്. അപ്പോൾ എനിക്ക് അടിക്കേണ്ടത് THE ആണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യേണ്ടത് നമ്മുടെ ആരോ കീകൾ ഉപയോഗിച്ച് നമ്മുടെ കഴ്സറിനെ ഏത് അക്ഷരമാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിന് തൊട്ട് പിറകിൽ എത്തിക്കണം. ആ തൊട്ടുപിറകിൽ എത്തിയതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അക്ഷരങ്ങളെ ഡിലീറ്റ് ചെയ്യാനും തുടർന്ന് ശരിയായിട്ടുള്ളത് അടിക്കാനും സാധിക്കും. സാധാരണ രീതിയിൽ കഴ്സറിൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള അക്ഷരങ്ങളെ അല്ലെങ്കിൽ നമ്മൾ അവസാനം അടിച്ച അക്ഷരത്തെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബാക്ക് സ്പേസ് ഉപയോഗിക്കുന്നത്. കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ള അക്ഷരങ്ങളെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്
നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള അക്ഷരത്തിന് തൊട്ട് മുന്നിൽ കഴ്സറിനെ എത്തിച്ചതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത തെറ്റിയ അക്ഷരങ്ങളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത് എറർ തിരുത്തിയതിന് ശേഷം ടൈപ്പ് ചെയ്യുക. ഇത്തരത്തിലുള്ള എറർ തിരുത്തുമ്പോൾ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം PA എക്സാമിന് പ്രത്യേകിച്ചും ഇപ്പോൾ 1000 ഇംപ്രഷൻസാണ് ഉള്ളത്. അതുകൊണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോമ വരുമ്പോഴാണ്. നമ്മൾ എപ്പോഴും കോമ കൊടുക്കേണ്ടത് ഒരു വേർഡ് കഴിഞ്ഞ് സ്പേസ് കൊടുക്കാതെയാണ്. ഇവിടെ നോക്കാം, ദ ഓൾഡ് മാൻ ബീയിങ് എ ഫാർമർ ഫാമർ കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി തൊട്ടടുത്ത് തന്നെ കോമ കൊടുക്കുക. സ്പേസ് കൊടുക്കാതെയാണ് കോമ കൊടുക്കേണ്ടത്. ഇവിടെ ഫാമർ അടിച്ചു, കോമ കൊടുത്തു, സ്പേസ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത വാക്ക് അടിച്ചു തുടങ്ങേണ്ടത്. അത് ശ്രദ്ധിക്കുക. കോമ കഴിഞ്ഞതിന് ശേഷം സ്പേസ് കൊടുത്തിട്ട് വേണം അടുത്ത വാക്ക് അടിച്ചു തുടങ്ങാൻ. നമുക്ക് ഇവിടെ ഒരു പരീക്ഷ നടത്തി നോക്കാം. ഒരുപാട് സ്പേസുകൾ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സ്പേസിന് പകരം ഒന്നിലധികം സ്പേസുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, തെറ്റായിട്ട് കൂട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷമാണ് ബാക്കി ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ അവസാനം പ്രിൻ്റ് എടുക്കുമ്പോൾ എന്താണ് റിസൾട്ട് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞു കോമ ഇട്ടതിന് ശേഷം നമ്മൾ സ്പേസ് കൊടുത്തിട്ടാണ് അടുത്ത വേർഡ് അടിക്കേണ്ടതെന്ന്. അപ്പോൾ ഒരു പരീക്ഷണം നടത്താൻ രീതിയിൽ നമുക്കിവിടെ കോമ കൊടുത്തതിന് ശേഷം സ്പേസ് കൊടുക്കാതെ ഒന്ന് അടിച്ചു നോക്കാം. ഇവിടെ ഹിം കോമ കഴിഞ്ഞ് സ്പേസ് കൊടുക്കാതെയാണ് ഞാൻ അടുത്ത വാക്ക് അടിക്കുന്നത്. നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഞാനിവിടെ ബിഹൈൻഡിൻ്റെ സ്പെല്ലിങ് തെറ്റിച്ചടിക്കുകയാണ്. അതിനുശേഷം ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. അടുത്ത വേർഡ് ക്യാപിറ്റലാണ്. ഞാനിത് ക്യാപിറ്റൽ അടിക്കാതെ സ്മോൾ തന്നെ അടിക്കുകയാണ്. നമുക്ക് അവസാനം എന്താകുമെന്ന് നോക്കാം. ഇപ്പോൾ പ്ലേയിങ് വരെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടില്ല. പകരം കുറച്ച് അഡീഷണൽ വേർഡ്സ് അടിക്കുകയാണ്. സെൻറ്റൻസിൽ ഇല്ലാത്ത അഡീഷണലായിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പ്ലേയിങ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് കൊടുക്കാതെയാണ് അഡീഷണൽ വേർഡ് അടിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റിസൾട്ട് വരുമ്പോൾ എന്താകുമെന്ന് നോക്കാം. ഞാൻ റിവ്യൂ പാരഗ്രാഫ് കൊടുത്തു. അപ്പോൾ ടൈപ്പ് ചെയ്യേണ്ട മുഴുവൻ ഭാഗവും ഇപ്പോൾ ഒരു വിൻഡോയിൽ കാണാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു എളുപ്പ മാർഗ്ഗമെന്ന് പറയുന്നത് ഈ വിൻഡോ എത്തിയതിന് ശേഷം കമ്പയർ ചെയ്യുക എന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ രണ്ട് വിൻഡോയിലെയും ലൈനുകളുടെ അലൈൻമെൻറ്റ് നോക്കുക. നമ്മൾ ഏതെങ്കിലും വാക്ക് വിട്ടുപോയിട്ടുണ്ടോ എന്നറിയാനുള്ള എളുപ്പമാർഗ്ഗമാണ്. മുകളിൽ തന്നിരിക്കുന്ന പാസേജിലെ അവസാനത്തെ വാക്ക് അസ് എന്നാണ്. താഴത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത ഭാഗം നോക്കൂ, അവിടെയും അസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള വാക്കുകളൊന്നും വിട്ടുപോകില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ വരിയിൽ മുകളിലും അവസാനത്തെ വാക്ക് റൈസ് തന്നെയാണ്, താഴെയും റൈസ് തന്നെയാണ്. അപ്പോൾ അവിടെയും വാക്കുകളൊന്നും വിട്ടുപോയിട്ടില്ല. മൂന്നാമത്തെ ഭാഗത്തും സൺ തന്നെയാണ്. അപ്പോൾ അതുവരെയുള്ള നമുക്ക് വാക്കൊന്നും വിട്ടുപോയിട്ടില്ല. ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും വരാൻ മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അവിടം വരെ നമുക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കാം. അതിന് ശേഷം നോക്കൂ, മുകളിൽ ഹിമ്മും താഴെ നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, താഴെ നമ്മൾ കൊടുത്ത കുറച്ച് സ്പേസിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് മുകളിലെ സെൻറ്റൻസും താഴത്തെ സെൻറ്റൻസും നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റായി വരാത്തത്. അപ്പോൾ ഇത്തരത്തിൽ നോക്കിയാൽ നമ്മൾ ഏതെങ്കിലും വാക്കുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതൊരു ടിപ്പായിട്ട് വിചാരിക്കുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ മുകളിൽ അനുവദിച്ചിരിക്കുന്ന സമയം കഴിയുമ്പോൾ നമ്മൾ അതുവരെ ടൈപ്പ് ചെയ്ത ഭാഗം സേവ് ആവുകയും നമുക്ക് നമ്മൾ ചെയ്ത റിസൾട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാനും സാധിക്കും. ഇപ്പോൾ ഞാൻ ചെയ്ത റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ 23 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പെർസെൻറ്റേജ് 93% 116 വാക്കിൽ 108 എണ്ണം ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തെറ്റാണ് വന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ ഒരു ഭാഗത്ത് നോ ചിൽഡ്രൻ കഴിഞ്ഞ് ദേ കുത്തിന് ശേഷം
സ്പേസ് കൊടുക്കാതെ ദേ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ആ രണ്ട് വാക്കുകളെയും തെറ്റായിട്ട് കണക്കാക്കുകയാണ്. ചിൽഡ്രനും ദേയും തെറ്റായി കണക്കാക്കിയിരിക്കുകയാണ്. അതായത് കുത്തിന് ശേഷം, ഫുൾ സ്റ്റോപ്പിന് ശേഷം സ്പേസ് കൊടുക്കാതെ ഒരക്ഷരം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് വാക്കുകളെയും തെറ്റായി കണക്കാക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഫുൾ സ്റ്റോപ്പിന് ശേഷം സ്പേസ് ഇട്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ തെറ്റുകൾ നോക്കുക. ഹിം കഴിഞ്ഞ് കോമ കഴിഞ്ഞ് പുട്ടിങ്. നോക്കൂ, കോമ കഴിഞ്ഞ് സ്പേസ് കൊടുത്തിട്ടില്ല. ഹിം കോമ സ്പേസ് പുട്ടിങ് എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഹിം കഴിഞ്ഞ് കോമ ഇട്ട് സ്പേസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ രണ്ട് വാക്കുകളെയും തെറ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോമ ഇട്ടതിന് ശേഷം സ്പേസ് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത വാക്ക് ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ രണ്ട് വാക്കുകളെയും തെറ്റായി കണക്കാക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫുൾ സ്റ്റോപ്പിന് ശേഷം അടുത്ത വാക്ക് തുടങ്ങുമ്പോൾ സ്പേസ് കൊടുക്കുക. കോമയ്ക്ക് ശേഷം സ്പേസ് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത വാക്ക് ടൈപ്പ് ചെയ്യുക. അടുത്ത വാക്ക് ഹിസ് പാസ് എഗെയിൻസ്റ്റ്. ആ വാക്ക് തെറ്റായി ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അത് തെറ്റായി കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ബിഹൈൻഡ് ടൈപ്പ് ചെയ്ത മിസ്റ്റേക്കാണ്. അതിനുശേഷം നോക്കൂ, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം സ്പേസ് കൊടുത്തതിന് ശേഷം അടുത്ത വാക്കിന് ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു ഒറിജിനൽ പാരഗ്രാഫ് ഉണ്ടായിരുന്നത്. ദായുടെ ടി ക്യാപിറ്റലായിരുന്നു, ഞാനത് സ്മോൾ അടിച്ചിട്ടുണ്ട്, അത് തെറ്റാണ്. അപ്പോൾ കേസ് സെൻസിറ്റീവാണ്. നമുക്ക് തന്നിരിക്കുന്ന മാസ്റ്റർ പാരഗ്രാഫിൽ എവിടെയെല്ലാം ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും ക്യാപിറ്റൽ തന്നെ അടിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷമുള്ള അവസാനത്തെ ഒരു തെറ്റ്, പ്ലേയിങ് കഴിഞ്ഞ് അഡീഷണൽ കുറച്ച് വാക്ക് അടിച്ചതാണ്. അവിടെ ഞാൻ പ്ലേയിങ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് കൊടുത്തതിന് ശേഷമാണ് അഡീഷണൽ വാക്ക് എന്തെങ്കിലും അടിച്ചിരുന്നെങ്കിൽ അത് തെറ്റായി കണക്കാക്കില്ലായിരുന്നു. പക്ഷേ പ്ലേയിങ് കഴിഞ്ഞ് വെറുതെ അടിച്ചത് കൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് ഫുൾ സ്റ്റോപ്പ് കൊടുത്തത്. അതുകൊണ്ടാണ് തെറ്റായിട്ട് കൂട്ടിയത്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഫുൾ സ്റ്റോപ്പ് കൊടുത്തതിന് ശേഷം സ്പേസ് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത സെൻറ്റൻസ് തുടങ്ങുക. അടുത്ത സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആവാൻ ശ്രദ്ധിക്കുക. കോമ ഇട്ടതിന് ശേഷം സ്പേസ് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത വാക്ക് തുടങ്ങുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പരമാവധി മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ സാധിക്കും. ഒന്നോ രണ്ടോ വാക്കുകളിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള പങ്ക്ച്വേഷൻ്റെ കേസിലാണ്. ഇതിപ്പോൾ 600 ഡിപ്രഷൻസ് ഉള്ള ഒരു പാസേജാണ്. PA എക്സാമിന് 1000 കീ ഡിപ്രഷൻസാണ് ഉള്ളത്.